ഹായ് ഗൈസ് 100 സബ്സ്ക്രൈബ് അതിന്റെ സെലിബ്രേഷൻ ആണ്. സഞ്ജു പാടിക്കോ. ഇങ്ങനെ പിടിച്ചിട്ടോ. അപ്പൊ പ്രാവിന് പിടിച്ച അവിടെ നിക്കട്ടോ. അവിടെ നിക്ക് ഓടണ്ടിട്ടോ. അവിടെ നിന്നിട്ടോ, ഓടണ്ട. ഹായ് ഗൈസ്, ഇന്ന് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് പ്രാവിനെ വിട്ടിട്ടുണ്ടായിരുന്നില്ല, രാവിലെ തീറ്റ കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ ഇതിലൊക്കെ തീറ്റ കുറവാണ്. ഇതിലൊക്കെ തീറ്റ ഇട്ട് കൊടുക്കണം. ഇതിലൊക്കെ വെള്ളം ഫില്ല് ചെയ്യണം. ഇതിൽ വെള്ളം ഫില്ല് ചെയ്യണം. പിന്നെ ഈ പ്രാവുകൾ കുട്ടിയുള്ള പ്രാവുകളല്ലേ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറച്ച് ഗ്രിറ്റൊക്കെ കൊടുക്കണം. ഈ പ്രാവുണ്ടല്ലോ, ഇത് ഇതേ കളർ വരും, സബ്ജപ്പുള്ളിയിൽ വരും. ഈ പ്രാവും കുട്ടി ഇതേ തള്ളേൻ്റെ അതേ കളറിൽ വരും. ഓക്കെ, ഇവരൊക്കെ ഇങ്ങനെ വിട്ട് ഇതിലൊരു കുട്ടിയുണ്ട്. ഇതിൽ 2 കുട്ടികളുണ്ടായിരുന്നു. അതിൽ ഒരു കുട്ടീനെ ഞാൻ വലിയ കുട്ടിയായപ്പോൾ ഞാൻ അതിന് തീറ്റ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഊതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പ്രാവും കൂടെ ആയ പ്രാവും കാട്ടുണ്ടാവും കേട്ടോ. ഇത് നമ്മളൊരു പ്രാവ് മുട്ടിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ലോക്കൊന്നും ഇട്ട് പൂട്ടിയിട്ടില്ല. നമ്മളെ തെങ്ങിൻ്റെ മറ്റേ തേങ്ങേൻ്റെ ഇതുകൊണ്ടാണ് കൂട്ടിയിട്ടുള്ളത്. ഇതണ്ട, ഇതിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ഇതിനെ ഞാൻ മാറ്റിയിട്ടാണ്, മേടപ്പുള്ളിൻ്റെ കുട്ടീൻ്റെ. പിന്നെ ഇത് സബ്ജ, നമ്മൾ പറത്താറുള്ള സബ്ജേൻ്റെ സെറ്റ് ആണ്. നല്ല പറവുള്ളതുകൊണ്ട് ഞാൻ ജോഡി ഇട്ടതാണ്. വലിയ സമയത്തേക്ക് കയറുമെന്നുള്ളത് നമുക്കറിയില്ല. 3 മണിക്കൂറൊക്കെ പറയിട്ടുണ്ട്. ഒരു 13.5 മണിക്കൂർ പറക്കുമെന്നുള്ളത് അടുത്ത സീസണിൽ പറത്തി നോക്കിയാലേ അറിയുള്ളൂ. ഓക്കെ, ഈ 2 പ്രാവിൻ്റെ കണ്ണ് നല്ല ഭംഗിയുള്ള കണ്ണാണ്. കണ്ണിനെ പറ്റിയൊന്നും നമുക്ക് വല്ലാതെ അറിയില്ല. ഏകദേശം മുട്ട വിരിയാനായിട്ടുണ്ട്. നമ്മൾ മുട്ട ഇട്ട് നിൽക്കുന്ന പ്രാവുകൾക്ക് ഇതുപോലെ പാത്രം വെച്ച് കൊടുക്കലില്ല. കാരണം അവർ ആകെ വെള്ളം കൊണ്ടൊക്കെ കളിച്ച് മുട്ട കെട്ടുപോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ കുട്ടികളുണ്ട്. ഇതാണ് ഞാൻ ആദ്യം മേടിച്ച പറവ. ഇതിൻ്റെ ഈ ആദ്യമായിട്ട് നല്ല പ്രതീക്ഷയിൽ നമ്മൾ അതിനെ കുഞ്ഞിനൊക്കെ എടുത്ത് നല്ല കടലൊക്കെ കൊടുത്ത്, പക്ഷെ നമുക്ക് അതിനെ പറത്താൻ പറ്റിയില്ല. എന്തുകൊണ്ടെന്ന് അറിയില്ല. അന്ന് ട്രെയിനിങ് ശരിക്കും അറിയാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ കുഞ്ഞെടുത്തിട്ടില്ല. അതിനുശേഷം കുഞ്ഞെടുത്തിട്ടില്ല. ഇപ്പം ഞാൻ അതിനെ മുട്ട മാറ്റി വെച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് തീറ്റ കൊടുക്കുന്നുണ്ടോ? തീറ്റ എങ്ങനെയാണ് കൊടുക്കുക? തള്ളപ്രാവ് ഊതി കൊടുക്കുക ചെയ്യാം കുട്ടികൾക്ക്. ഈ കുട്ടികൾ വിരിഞ്ഞൊരു 5-6 ദിവസം, ഒരാഴ്ച പോലെ ഇതുപോലെ തള്ളകൾ ഊതി കൊടുക്കും. ഒരു പാല് പോലൊരു സാധനം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടികൾ ചാവാൻ സാധ്യതയുണ്ട്. ആ പാലൊക്കെ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ നല്ല ഉന്മേഷമായിട്ട് സെറ്റായി വളരും. ഈ തള്ള എനിക്കിഷ്ടപ്പെട്ടൊരു പ്രാവാണ്. ഞാൻ മേടിക്കാൻ പോയപ്പോൾ എന്നോട് ഇഷ്ടമുള്ള പ്രാവ് എടുക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ എടുത്ത പ്രാവാണിത്. പറയടാ, കൊടുക്ക ഗോതമ്പ് കൊടുക്കാം. നല്ലൊരു വലിയ തലയുള്ളൊരു പ്രാവാണിത്. ഈ കുട്ടികൾ നല്ല വെള്ള കളറാണ് തോന്നുന്നുണ്ട്. നല്ല ചോര കളറാണ് പ്രാവും കുട്ടികൾ. അപ്പോൾ നമ്മൾ കുട്ടികളുണ്ടായി ഒരാഴ്ച തള്ളപ്രാവിനെ തീറ്റ കൊടുക്കണം. അത് നമ്മൾ മാറ്റിച്ച് തിന്നാൻ കൊടുത്താൽ കുട്ടികൾ ചത്തുപോകും. ഒരു പ്രത്യേക ദ്രാവകം, പാല് പോലുള്ളൊരു ദ്രാവകം തള്ളപ്രാവുകൾ കൊടുക്കുന്നുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട് പല സാധനങ്ങൾ കൊടുത്താൽ മതി, പാലൊക്കെ കൊടുത്താൽ ശരിയാവുമെന്ന്. നമ്മൾ മാറ്റിച്ച് നോക്കാം. പക്ഷെ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അവർക്ക് തള്ളപ്രാവുകൾ കൊടുക്കുന്ന ഫുഡാണ് ഏറ്റവും ബെസ്റ്റ്. അതാണ്. അതില്ലെങ്കിൽ
എൻ്റെ അടുത്ത് അങ്ങനെ തള്ള കൊടുക്കാതായിട്ട് ചത്തിട്ടേ ഉള്ളൂ. നമ്മളെ കൊണ്ട് നോക്കാൻ പറ്റില്ല. ഓക്കെ, ഈ പ്രാവ് ഭയങ്കര ഭംഗിയുള്ള പ്രാവാണ്. നല്ല രസമല്ലേ? കുട്ടികളൊക്കെ തൂവല് കുത്തി വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിലിപ്പോ വലിയ കുട്ടിയാണ് കൂടുതൽ തീറ്റ എടുക്കുന്നത്. ഇവനും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവനും കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇവനാണ് കൂടുതൽ തീറ്റ എടുക്കുന്നത്. വേണമെങ്കിൽ ഇവനെ കുറച്ചു നേരം മാറ്റിയൊക്കെ വെക്കാം. മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടി കുറേ തീറ്റ എടുത്തു. പിന്നെ ഉണ്ടോ ഈ പ്രാവള്, നമ്മുടെ ഇപ്പോൾ കൈരപ്രാവള് ഗ്രിറ്റാണ് കഴിക്കുന്നത്. ഗ്രിറ്റ് അവിടെ കുറച്ച് പോയിരുന്നാണ് അവരിരുന്ന് തിന്നണം അവർ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ തിന്നാൻ കൊടുക്കുന്ന നമ്മൾ ഊതി കൊടുക്കലാണ്. കുട്ടികൾ നല്ല ആരോഗ്യത്തോടെ ഉന്മേഷത്തോടെ നിൽക്കുന്നുണ്ട്. ഗോതമ്പാണ് ഇപ്പോൾ തീറ്റ കൊടുക്കൽ. കടല കൊടുക്കണം. ഓക്കെ, ഈ കുട്ടി കൈരേൻ്റെ കുട്ടിയാണ്. ഈ കുട്ടി നമ്മുടെ ആ മേടപ്പുള്ളിൻ്റെ കുട്ടിയാണ്. ഇവനും നമ്മുടെ മുട്ട ഞാൻ ദൂരെ നിന്ന് കൊടുന്ന് വെച്ച് വിരിഞ്ഞ കുട്ടികളാണ്. ഇത് നമ്മുടെ ഭയങ്കര ഭംഗിയുള്ളൊരു സബ്ജൻ്റെയും വേറൊരു സബ്ജൻ്റെ കുട്ടിയാണ്. ഇതിന് മൂത്ത കുട്ടികളെ നമ്മൾ ഇന്നലെ പറപ്പിച്ചു. കറക്റ്റായിട്ട് വന്നിരുന്നു. ഇതിൽ ഈ പെടപ്രാവിൻ്റെ ഇതാണ് പെടപ്രാവ്. ഇതിൻ്റെ കുട്ടികൾ കുറേ കാലമായിട്ട് നമ്മുടെ അടുത്തുള്ളതാണ്. പക്ഷെ അതിൻ്റെ കുട്ടികൾ നമ്മുടെ അടുത്ത് മിസ്സായി പോയിട്ടുള്ളൂ. പിന്നെ ഈ സെറ്റിൽ ഇപ്പോൾ ഇറങ്ങി തരുന്നുണ്ട്. ഇനി ഒരു വലിയ സമയമാവും പറത്താൻ പറ്റുമെന്നുള്ളത് നമ്മൾ നോക്കും. ഇതായിരുന്നു നമ്മളെ മുട്ട മാറ്റി നമ്മൾ ദൂരെ നിന്ന് കൊടുക്കുന്ന മുട്ട ഇവനായിരുന്നു നോക്കിയിരുന്നത്. വിരിയിപ്പിച്ച് തീറ്റ കൊടുത്തിരുന്നത്. അതിനുശേഷം മുട്ട ഇട്ടു. ഇപ്പം ഇതിൽ അടയിരിക്കുന്നില്ല. ഇതിൽ വെച്ചെടുക്കാൻ ഒരു ജോഡി മുട്ട ഉണ്ട്, പക്ഷെ ഇവർ അടയിരിക്കുന്നില്ല. എന്താണെന്നറിയില്ല. നോ ഐഡിയ എന്താണെന്നറിയില്ല. ഇപ്പം ഇന്നലെ ഒന്നിട്ടിട്ടുള്ളൂ. തീറ്റ വെച്ചെടുക്കാം. നമ്മൾ ഡെയിലി ഗോതമ്പാണ് കൊടുക്കല്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് ഫിനിഷർ കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇതിൽ 2 കുട്ടികളുണ്ട്. ഈ കുട്ടികളുടെ തള്ളകളെ നമ്മൾ പുറത്തിട്ട് ഗ്രിറ്റ് കൊടുത്താൽ കുട്ടികളൊക്കെ പെട്ടെന്ന് സൈസാവും. ഈ പ്രാവിനെ ഒരു പ്രാവിന് 2500 റുപ്യക്ക് മേടിച്ച പ്രാവാണ്. ഞാൻ ആദ്യമായിട്ട് പ്രാവ് വളർത്തൽ തുടങ്ങിയപ്പോൾ സീസണായപ്പോൾ പ്രാവ് കയ്യിലില്ല. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തെടുത്ത് തന്ന പ്രാവാണ്. 2 പ്രാവിന് മേടിച്ചു 5000 രൂപ കൊടുത്തിട്ട്. കാരണം ഈ പറവലഹരിയായിട്ട് ഭയങ്കര ഇതായിട്ട് അങ്ങനെ മേടിച്ച പ്രാവാണ്. പക്ഷെ ഈ പ്രാവ് ഒരു 2 മണിക്കൂറേ പറന്നിട്ടുള്ളൂ കേട്ടോ. ചിലപ്പോൾ നല്ല പ്രാവായിരിക്കും, പക്ഷെ നമ്മുടെ അടുത്ത് 2 മണിക്കൂറേ പറന്നിട്ടുള്ളൂ. ഇനി പറത്താൻ അറിയാത്തതുകൊണ്ടെന്നറിയില്ല. ഇപ്പം ഞാനിതിനെ മുട്ട മാറ്റി വെച്ച് കൊടുക്കാനാണ് ഉപയോഗിക്കുന്നത്. ഒറ്റ പ്രാവിനാണ് 2500 റുപ്യ കൊടുത്തത്. ഓക്കെ, ഇത് 2ാമത് വിരിഞ്ഞ കുട്ടിയാണ്.
അതുപോലെ ഈ പ്രാവ് ആൺപ്രാവ് നമ്മൾ പാലക്കാട്ട് നിന്ന് മേടിച്ചതാണ്. 1200 റുപ്യ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വട്ടം ഞാൻ കുഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളതിനെ വലിയൊരു പറക്കലില്ല തോന്നുന്നുണ്ട്. ഇനി ട്രെയിനിങ് അറിയാനായിട്ട് അറിയില്ല. അതിനുശേഷം ഞാൻ ഇതിനെ മുട്ട മാറ്റി വെച്ചെടുക്കാൻ ഉപയോഗിക്കുന്നു. ഈ പ്രാവ് നല്ല പ്രാവ് കേട്ടോ. നല്ല മക്കളൊക്കെ നല്ല പറക്കലാണ്. അതിൻ്റെ കുട്ടികളെ ഞാൻ അടുത്ത സീസണിൽ പറത്താൻ വേണ്ടി വെട്ടിവെച്ചിട്ടുണ്ട്. ഇത് 2 കുട്ടി നമ്മൾ സബ്ജന്റെ കുട്ടിയാ തോന്നുന്നുണ്ട്. സബ്ജ ഓക്കെ. ഈ പ്രാവിൻ്റെ ഇതിൻ്റെ കുട്ടികളെ നമ്മൾ 12 മണിക്കൊക്കെ വെട്ടുപിടിച്ച ഇതാണ്. നല്ല പറക്കലുള്ള പ്രാവാണ്. ഇതെനിക്ക് തന്നവർ നമ്മൾ ഷാലേട്ടൻ്റെ പ്രാവാണിത്. അവർ പറഞ്ഞത് അവർ 10 മണിക്കൊക്കെ വിട്ടുപിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ കുഞ്ഞന്മാരെ. അപ്പോൾ അടുത്ത സീസണിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു 4 കുഞ്ഞന്മാരെ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്. 2 പറത്താൻ ചുറ്റിക്കുന്നുണ്ട്. ഇവരിപ്പോൾ പിരിച്ചിട്ടതാണ്. ഒരു 15 ദിവസത്തേക്ക് പിരിച്ചിട്ടതാണ്. കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ മുട്ടിട്ടിട്ട്. അപ്പോൾ ഒന്ന് ചെറിയൊരു ബ്രേക്ക് കൊടുത്തതാണ് ആണും പെണ്ണിനും. എന്നാൽ ഒന്നുകൂടി ഉഷാറുള്ള കുട്ടികളുണ്ടാവുമല്ലോ, ഒന്ന് ആരോഗ്യമായിട്ട്. ഓക്കെ. ഇതിൻ്റെ കണ്ണ് നല്ല കണ്ണാണ്. പ്രാവിന് ചെറുപയറായിട്ട് വരുന്നത്. ഇത് നമ്മൾ പാകിസ്ഥാനി സെറ്റാണ്. ഇത് തലതിരിഞ്ഞ പാകിസ്ഥാനി. ഇത് കാല ചാപ്ദാർ. ഇതാണ് നമ്മൾ ഷാലോട്ടൻ്റെ പ്രാവാണ്. ഇത് കാല ചാപ്ദാർ മുട്ടിട്ടിരിക്കുകയാണ്. എത്തിയാ? ദേവിട്ടിന് കൊടുക്കണോ കേട്ടില്ല? ഇവിടെ ഇടരുത് കേട്ടോ. കയ്യിൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കൊടുത്തോക്കാം. ഇവിടെ ഇരുന്ന് കൊടുത്തോക്കാം. കാണിച്ചു കൊടുത്തോക്കാം. ആ ഞങ്ങൾ 1000 സബ്സ്ക്രൈബ് ആയത് സെലിബ്രേറ്റ് ചെയ്യാണ്. ചെറുപയറുണ്ട്, പ്രാവുകൾക്ക് ചെറുപയറുണ്ട്. വെള്ളത്തിലിട്ടിട്ടില്ല. ഇന്ന് വൈകുന്നേരത്ത് കൊടുക്കുന്നത് വെള്ളത്തിലിട്ട ചെറുപയറാണ് കൊടുക്കുന്നത്. വെള്ളത്തിലിട്ടത് ചെറുപയറും കടലയും. ഓക്കെ. നമ്മളെ പ്രാവുകൾ സെലിബ്രേറ്റ് ചെയ്യണം. കയ്യിൽ ഇങ്ങനെ കൊടുത്തു നോക്കുക. എൻ്റെ കൈക്ക് വരൂടാ. കയ്യിലിങ്ങനെ കാണിച്ചെടുത്തു നോക്ക്. കയ്യിൽ വന്ന് നിന്നു. ഇത് നമ്മുടെ പാകിസ്ഥാനി പ്രാവിൻ്റെ ഒരു മൂത്ത കുട്ടിയാണ്. നമ്മളെ സുഹൃത്തിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ നമ്മളിങ്ങോട്ട് കൊടുക്കുന്നതാണ്. നമ്മൾ പാകിസ്ഥാനി പ്രാവിന് ജോഡിയിടാൻ വേണ്ടി. ഇത് പെടപ്രാവാണ് കേട്ടോ. വെള്ളമൊന്നും കൊടുക്കലടാ. പിന്നെ കുട്ടിയുള്ള പ്രാവുകൾ നല്ല കടല തിന്നു. ഇത് കാലാശബ്ദാറാട്ടോ. ഈ പ്രാവിൻ്റെ അച്ഛനാണ് ഈ പ്രാവ്. ഈ പ്രാവ് കൊടുത്തു. അവിടെ ഇരുന്ന് കൊടുത്തോ. കൊടുത്തോ.
ദേവിയുടെ പ്രാവിന് ഇഷ്ടാ? ഇഷ്ടാണോ? അല മുട്ടണ്ട. ഇഷ്ടാ? എന്നാ പ്രാവിനൊരു ഉമ്മ എടുത്താ. കൊടുക്ക്. ദേവന്റെ കൈക്ക് വരുന്ന നോക്കടാ. എന്റെ കൈക്ക് വാ വാ. ഈ 2 പ്രാവിനും കുട്ടികളുണ്ട്. ഇട്ട് നല്ല അടിയാണ്. ഈ പ്രാവ് മെലിഞ്ഞിട്ടൊരു പ്രാവായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്രിറ്റൊക്കെ കൊടുത്തപ്പോൾ തടിച്ച് തൂവലൊക്കെ കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ പ്രാവാൻ തുടങ്ങി. ഇത് ഇട്ടാണ് തിന്നുന്നത്.
പ്രാവുകൾക്കൊക്കെ കുട്ടികളുണ്ട്. അതുകൊണ്ടാണ് ഇവർ ചെറുപയറിങ്ങനെ തിന്നുന്നത്. ഇനി നമ്മൾ പ്രാവുകളെ കൂട്ടിലാക്കാണ്. പ്രാവുകളൊക്കെ കൂട്ടിക്കേക്കാണ്. പ്രാവുകൾ നമ്മളിങ്ങനെ ഓടിക്കും, കിട്ടണതൊക്കെ ഓടിക്കുക.
ഇത് കുഞ്ഞനാണ്, രാവിലെ തിന്നാൻ കൊടുത്താണ്. ഇനി ഒന്ന് നോക്കും. ദേവട്ടാ ഇത് കേറിയാ? ഞാൻ പുറത്താട്ടോ. നിങ്ങക്ക് പ്രാവനാണോ? എന്നാ വേണേ കൊണ്ടേക്കോ. ഇങ്ങനെ ഓരോന്നിനും പിടിച്ച് കൂട്ടിലാക്കും. അയ്യോ, കിട്ടി. പ്രാവിനെ നമ്മളൊന്ന് ഊതി കൊടുക്കട്ടോ ഫുഡ്. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്, നമ്മളെ ഫാൻസാണ്. അപ്പോൾ നമ്മളെ പ്രാവിന് ഊതി കൊടുക്കുന്നത് ക്ലിയർ ആയിട്ട് നമ്മൾ സച്ചും ആദ്യം എടുക്കും. പിന്നെ നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സിന് സെലിബ്രേറ്റ് ചെയ്യാൻ വന്നതാണ്. ഞാൻ ഊതി കൊടുക്കണ കറക്റ്റായിട്ട് എടുക്കട്ടോ. അപ്പൊ നമ്മൾ കുഞ്ഞന്മാർക്ക് ഈ കുഞ്ഞന്മാരൊക്കെ ഒന്ന് വീട്ടെടുക്കണം. ഇവരെല്ലാവരും നമ്മള് ഊതി കൊടുക്കുക ചെയ്യുന്നത്. പ്ലേ അല്ലേ? പ്ലേ ചെയ്യുന്നുണ്ടോ? ഊതി കൊടുക്കുക ചെയ്യുന്നത്.
നിങ്ങൾ രാവിലെ ഇവിടെ വന്നിരുന്നോ? മീൻ മേടിക്കാൻ വന്നോ? ആരാ വന്നു പറഞ്ഞല്ലോ? ആര്? ഞങ്ങളല്ല എന്നാലേ അത് വേറെ ചെക്കന്മാരാണ്. അതിന് കൂട്ടിക്കൊണ്ടിടുന്ന ഒരു വീട് എടുത്തോ. നിങ്ങൾ പുറത്തെ ഇത് പിടിക്കണ്ടാ? അതിന് വേനപ്പിക്കാത്ത പിടിക്കണം എന്നാലേ. പുതിയ കുട്ടികളല്ലേ പോലെ വരുന്നല്ലേ ഉള്ളൂ. ബാക്കിക്ക് മറിഞ്ഞു വീഴും കേട്ടോ. എന്നിട്ട് തന്നെ ഓടിക്കും. ഇപ്പൊ മുടി ഇട്ടിട്ട് ഞങ്ങൾക്ക് എല്ലാ കുഞ്ഞന്മാരും ഇതിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വിടല്ലോ. നമ്മള് ഈ പാത്രത്തിലൊക്കെ തീറ്റ ഒക്കെയാണ്. ഇത് കേട്ടണോ? കേട്ടോ ഇതിങ്ങനെ ഇട്ടാണ്. ഇതാ ഇത് കേട്ടാണ്. നമ്മളെ അടുത്ത ഫാൻസ് വരുന്നുണ്ട്. നമ്മളെ ബ്രോ വരുന്നുണ്ട്. ഇതാ എടുക്കാൻ നമ്മളെ ബ്രോ വരുന്നുണ്ട്. നമ്മളെ ഹായ് ഗായ്സ് എന്നൊക്കെ പറയുന്ന ആളാണ്. ഇതാ ഇത് തീറ്റ ഒക്കെ എടുത്തോ. അതാ നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലൊക്കെ കുട്ടികളുണ്ട്. അത് അവര് വന്നുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ നല്ല സുഖമായി. കാരണം തീറ്റ ഒക്കെ കൊടുത്ത് നോക്കാം. ഇതിലൊക്കെ തീറ്റ ഉണ്ട്. തീറ്റ ഇല്ലാത്തവര് തീറ്റ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ. പിന്നെ ഇതില് തീറ്റ ഇല്ല, അപ്പൊ തീറ്റ ഇട്ട് കൊടുക്കണം. ഇതിലും കുറച്ച് തീറ്റ ഇല്ല, തീറ്റ ഇട്ട് കൊടുത്തു. എന്തായാലും എന്റെ മീനെന്തായി? പിന്നെ ഞാൻ വെള്ളം വെച്ചു കൊടുക്കണം. ചത്തോ? എന്നാലും ഞാൻ പറഞ്ഞതില്ല അന്ന് വന്നപ്പോ എടുത്തിട്ട് വാ, ഒന്ന് കൊണ്ടുപോയിക്കോ. ഇനി ഇതിലൊക്കെ വെള്ളം ഒഴിച്ചു വെക്കണം. ഇതാ ഇപ്പൊ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാണ്. ഇടയ്ക്കൊക്കെ കഴുകണം കേട്ടോ പാത്രം. കലക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കഴുകും. ആ പാത്രം നല്ല കലങ്ങിയിരിക്കുകയാണെങ്കിൽ നമ്മൾ കഴുകും. നമ്മുടെ ബ്രോകള് നമുക്ക് വെള്ളമൊക്കെ എടുത്ത് തരുന്നുണ്ട്. അത് പാകിസ്ഥാനി പ്രാവടാ. പിന്നെ ഇതാ ഇതിലും വെള്ളം വെച്ചെടുത്തു. ഇതിലൊക്കെ റെഡിയായി. പാത്രം ഇല്ലാത്തവർക്ക് നമ്മൾ വെള്ളം പാത്രത്തിൽ വെച്ച് കൊടുക്കും. ഇതിലും വെച്ച് കൊടുക്കും. പിന്നെ നമ്മൾ ഇതിലുണ്ട്, ഇതിനുള്ളിലും വെച്ച് കൊടുക്കും. 5 വർഷം വെള്ളം എടുക്കടാ. ബ്രോ എടുക്കും. ബ്രോ ഇതൊക്കെ എടുത്തോ. സഞ്ചു പൊളിയാണ്. ഈ പ്രാവ് വെള്ളത്തിൽ ദാഹിച്ചിരിക്കുകയാണ്. നമ്മുടെ ബ്രോ പ്രാവാണിത്. നല്ല കുട്ടികളെ നല്ല കിടിലായിട്ട് നോക്കിയേക്കുന്ന പറവ പ്രാവാണ്. പറവ ബ്രോ. എടാ അന്ന് നമ്മൾ പറഞ്ഞില്ലടാ അത് പ്രാവതാ പറഞ്ഞു. കുതിരതവിടെ പ്രാവത. നല്ല രസമുണ്ടല്ലേ? നല്ല രസല്ലേ? അതല്ല, അത് അവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? ഇവിടെ നമ്മള് കുറച്ച് കുട്ടികളുടെ പ്രാവുകൾക്ക് വേണമെങ്കിൽ കുറച്ച് ഫിനിഷർ അതടച്ചടക്ക്. അത് വേണ്ട. കുറച്ച് ഫിനിഷർ കുറച്ചിട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇവിടെ ഇട്ട് കൊടുക്കണ്ടപ്പോ അവിടെ ഇട്ട് കൊടുത്തോ. അതിൽ ആ പാത്രത്തിൽ ഇട്ട് കൊടുക്ക്. ഇനി ഇവിടെ കുറച്ചിട്ട് കൊടുക്കുക. ഇവിടെ ആ പാത്രം തുറക്ക്. ഈ ബ്രോകള് സഹായം കൂടിയാലും പ്രശ്നമാണ്. ആ താഴത്തേല് കുറച്ച് വെച്ചെടുക്ക്. അവിടെ താഴത്തേല് വെച്ചെടുക്ക്. അതിലിട്ട് കൊടുക്ക. ബ്രോയില് വെച്ചോ? അമ്മ അത് കുടുങ്ങില്ല ബ്രോ. വിട് ബ്രോ. എടാ ബാക്കി മറിഞ്ഞു വിടല്ലേ. ഞാൻ അങ്ങനെ അത്ര ചെയ്യാം. എന്നിട്ട് എടാ അപ്പൊ അത് ചെയ്തില്ലേ? ഇനി ഇവർക്കും വെള്ളം വെച്ചെടുക്കുക. ഇനി എടുത്തോ ബ്രോ. അത് വെള്ളം എടുക്കണൊക്കെ കുടിക്കണൊക്കെ എടുത്തു. നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതൊക്കെ എടുത്ത് വെക്കാം. പാത്രമൊക്കെ ഇവിടെ വയ്ക്കും. ഓക്കെ. വെള്ളം കുടിക്കുന്ന ബ്രോ. നമ്മളെ പറവ കുടിക്കുന്നുണ്ട് വെള്ളം. മതിയില്ല, അതിന് വേണ്ട വെള്ളം. 5 പാക്കിക്ക് വീഴണ്ട.
ഞാൻ വേറെ വെള്ളം നേരെ കറക്റ്റായിട്ട് എടുക്ക്. വെള്ളം കുടിക്കാനൊക്കെ എടുക്ക്. തുറക്കണ്ട. അങ്ങനൊക്കെ ചെയ്തോ. നിങ്ങളെ മെടുക്ക് പോലൊക്കെ ചെയ്യേ അല്ലേ? എന്താ പരിപാടി നിങ്ങളിങ്ങനെ ഇറങ്ങിയാണ്? എടാ മീൻ തീറ്റുണ്ടോ എന്റെ അടുത്ത്? അടുത്ത് മീൻ തീറ്റുണ്ടോ സച്ചുവിന്റെ അടുത്ത്? വേണ്ട, ഞാൻ മേടിച്ചോണ്ട് കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞോടാ, തീറ്റ കഴിഞ്ഞു. മേടിക്കണം. അത് എടുത്തു കഴിഞ്ഞോ? കുറച്ച് ചെമ്മീൻ പൊടി വേണ്ട വേണ്ട, ഞാൻ മേടിച്ചോണ്ട്. നമ്മുടെ കുഞ്ഞന്മാരൊക്കെ ഒന്ന് കാട്ടി കൊടുത്താ അടിക്കും. കുഞ്ഞന്മാരാണിത്. ഇവിടെ കുട്ടികളല്ല, അതിലുണ്ടല്ലോ കുട്ടികളെ. ചെറിയ കുട്ടികളാണ് കുഞ്ഞന്മാര്. കൊറേ കുഞ്ഞന്മാരുണ്ട് കേട്ടാ. പേടിപ്പിക്കണ്ട ആദ്യം. മതിടാ മതിടാ. സഞ്ജു തുടങ്ങി മുട്ടതലയിട്ട്. ഇതാണ് പാകിസ്ഥാനിലെ ഈ ചൈന പേടിപ്പിക്കാൻ ഒറ്റ കുത്താണ്. ഇത് നമ്മുടെ പാകിസ്ഥാനിലെ പാകിസ്ഥാനി പ്രാവുകൾക്കൊക്കെ നമുക്ക് വെള്ളം വെച്ചെടുക്കാം. നമുക്ക് ഇതൊക്കെ ഊരി വെക്കാൻ നമുക്ക് ബ്രോഗിളെന്ന് വന്നിട്ടുണ്ട്. നമ്മളെ ബ്രോഗിള് ഇതൊക്കെ വെള്ളം വെച്ചെടുക്കുക. വേണ്ടൊരു കുടിച്ചോളൂ. പേടിപ്പിക്കില്ല, സഞ്ജു കിടക്ക് പേടിച്ചിട്ടാണ് വെള്ളം കുടിച്ചത്. അവർക്ക് വെള്ളം വേണ്ട, വേണമെങ്കിൽ അവർ കുടിക്കേണ്ടാണ്. വേണ്ടവർ ദാഹിക്കുന്നവർ കുടിച്ചോളൂ അല്ലേ? ദാഹിക്കുന്നവർ കുടിച്ചോളൂ. ഇതാണ് നമ്മുടെ കൂട്. ബ്രോ കൂടാണത്. ഫുള്ളായിട്ട് കവർ ചെയ്യും. ഇത് നമ്മുടെ ഷബ്ദാർ. അടക്കല്ലേ കാണട്ടെ. അടക്കല്ല ബ്രോ. എന്താ ബ്രോ ഈ കാണിക്കണേ ബ്രോ? സഞ്ജു ബ്രോ അങ്ങോട്ട്. സഞ്ജു ബ്രോ നീ മതി ബ്രോ. നിർത്തട്ടെ. നീ ഇത് അടയ്ക്ക. ഇത് കടക്കല്ലോ നിങ്ങള്. ഇതിന്റെ ആണി വിടറാ. എന്തെങ്കിലുണ്ട് ഇതില് പ്രാവുണ്ടോ? അതിനെ വിടല്ലേ, അതിനെ വിടല്ലേ, ഏതാ അതിനെ വിടല്ലേ. നമ്മളെ അച്ഛന്മാർ പ്രാവാണ്. ഇവിടെ പറവല്ലേ ഉള്ളൂ. പറവപ്രാവ് ബ്രോ. ഈ പ്രാവിനെ നമ്മള് രാവിലെ 8 മണിക്ക് ഇട്ടിട്ട് 10 മണിക്ക് വിട്ടിട്ട് 8 മണിക്ക് ഇട്ടിട്ട് വൈകുന്നേരം വരെ പറഞ്ഞ പ്രാവാണിത്. ഓക്കെ അത് അങ്ങനല്ല പണി. അതിനെന്തോ ഒരു വേദന ഉണ്ടായില്ല. നമ്മളെ പ്രാവളാണ് ഇതൊക്കെ. ഇത് ഞങ്ങൾ പറഞ്ഞു കേട്ടോ, ഫുള്ള് കവർ ചെയ്യും. അപ്പൊ ഇതിനാണ് പറക്കാനുള്ള പൂതി, കൊടുക്കാനുള്ള പൂതി. എന്റെ ബ്രോട് ചോദിച്ചിട്ടുണ്ട്. വെള്ളം കൊടുക്കും. നമ്മളെ പ്രാവിനെ കൊടുക്കാണ്. ഹായ് ഗൈസ് 100 സബ്സ്ക്രൈബ് അതിന്റെ സെലിബ്രേഷൻ ആണ്. സഞ്ജു പാടിക്കോ. ആ മുട്ട എന്താ വിരിയാത്തെ? വീഡിയോ എടുക്കാണ്. പറ്റൂലെങ്കിൽ അപ്പൊ ബ്രോ അത് നിർത്തിക്കോ ബ്രോ.